കുട്ടീസ്, ഓണ പരീക്ഷയ്ക്ക് വലിയൊരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഇപ്പൊ ബോർഡിൽ കാണുന്നുണ്ടാവുക. ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാട്ടോ. ഈ ടി ഷേപ്പിലുള്ള ആളുടെ വോളിയം ആണ് നമ്മളോട് ചോദിച്ചത്. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെക്ടാംഗിൾ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്തിട്ട് കുഞ്ഞി റെക്ടാംഗിൾ ബ്ലോക്കുകളാക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇതിനെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോടാ, ഇത് ഇങ്ങനെ ടി ഷേപ്പിന് അങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് 2 റെക്ടാംഗിൾ ബ്ലോക്ക് കിട്ടിയില്ലേ. അതിൽ ഓരോന്നിന്റെയും വോളിയം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ടോട്ടൽ വോളിയമായി. അപ്പൊ അതെ, ആദ്യത്തെ റെക്ടാംഗിൾ ബ്ലോക്കിന് ഞാൻ V1 എന്ന് കൊടുത്തു. അതിന്റെ വോളിയം ഞാൻ V1 എന്നാണ് കൊടുത്തത്, ഒന്നാമത്തതിന്റെ വോളിയം. രണ്ടാമത്തെ റെക്ടാംഗിൾ ബ്ലോക്കിന്റെ വോളിയം ഞാൻ V2 എന്ന് കൊടുത്തു, വോളിയം 2. ഇനി നമ്മൾ ഓരോന്നിന്റെയും എന്ത് കണ്ടുപിടിക്കാണ്, വോളിയം കണ്ടുപിടിക്കുകയാണ്. V1 കണ്ടുപിടിക്കാൻ ഞാൻ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ആണ് അല്ലെ. ആദ്യത്തെ ബ്ലോക്കിന്റെ ലെങ്ത് എത്രയാടാ, ഇത് കണ്ടോടാ, ഇത് 11 ആണ് അല്ലെ. 11 സെന്റിമീറ്റർ നീളമുണ്ട്, 4 സെന്റിമീറ്റർ വീതിയുണ്ട്, 3 സെന്റിമീറ്റർ ഉയരമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം, 11 × 4 × 3 എന്ന് വെച്ചാൽ 132 സെന്റിമീറ്റർ ക്യൂബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തതിന്റെ അല്ലെ വോളിയം 2 ആണ് ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടത്, രണ്ടാമത്തെ റെക്ടാംഗിൾ ബ്ലോക്കിന്റെ വോളിയം. സോ ഇതിന്റെ ലെങ്ത് എത്രയാണ് എന്ന് നമ്മൾ എങ്ങനെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് ഇവിടുന്ന് ഇവിടെ വരെ നോക്കണേ, ശ്രദ്ധിക്കണേ, 6 സെന്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇവിടെ വരെ 6 സെന്റിമീറ്റർ ആണ്. ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയ സ്ഥലം കണ്ടോ, അത് എത്രയായിരിക്കും ലെങ്ത് വരിക, 4 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ, 4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ആകെ ടോട്ടൽ എത്ര വരും ഇവിടെ, 6ഉം 4ഉം 6ഉം കൂടെ 16 സെന്റിമീറ്റർ നീളം ഉണ്ടായിരിക്കും. ഇനി നോക്കിക്കേ, വീതി 4 തന്നെ, ഉയരം 3 തന്നെ അല്ലെ. അപ്പൊ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 16ഉം 4ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ടോട്ടൽ ആയിട്ട് 192 സെന്റിമീറ്റർ ക്യൂബും കിട്ടിയിട്ടുണ്ടോ. സോ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ വോളിയമായി. സോ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യാൻ മതി, രണ്ടും കൂടെ കൂട്ടാണ്, 192ഉം 132ഉം കൂടെ കൂട്ടിയാൽ 324 സെന്റിമീറ്റർ ക്യൂബ് എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ ഇതുപോലെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഇപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ, ഇതിന്റെ വോളിയം എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുക. സോ ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.